എല്ലാവർക്കും നമസ്കാരം. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു 4 സിനിമകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഹിസ് 3 ഡോട്ടേഴ്സ്. ഈ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത് ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് 2023. അതിനുശേഷം 2024 US സെലക്ട് തിയേറ്റേഴ്സിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. അവിടെയും ഗംഭീര റെസ്പോൺസ് ആയിരുന്നു സിനിമയ്ക്ക്. ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തത് അസാസിൽ ജേക്കബ്സ് ആണ്. കാരി കൂൺ, നതാഷ ലിയോണി, എലിസബത്ത് ഓൾസൺ, ഈ 3 പേരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ വെവ്വേറെ സ്ഥലങ്ങളിലായി പരസ്പരം യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ അകന്ന് കഴിയുന്ന 3 സഹോദരിമാർ. അവരുടെ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിലാണെന്ന് പറയുമ്പോൾ അവർ 3 പേരും അവരുടെ അച്ഛൻ്റെ ന്യൂയോർക്ക് സിറ്റി അപ്പാർട്ട്മെൻറ്റിൽ അയാളുടെ അവസാന ദിവസങ്ങൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കുകയാണ്. ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒന്നിക്കുമ്പോഴാണ് ഇവർക്കിടയിലുള്ള റാപ്പ് ഭയങ്കര സ്ട്രോങ് ആവുന്നത്. ആക്ച്വലി 3 പേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് അവരുടേതായ ഫ്ലോസും ഉണ്ട്. കാറ്റി, അതായത് ഇതിലെ മൂത്ത സഹോദരി, കാറ്റി ഭയങ്കര മെച്യൂർഡാണ്. അവർ ഡിസിഷൻ എടുക്കാനും സ്വന്തം സഹോദരിമാരെ ടേക്ക് ചെയ്യാനുള്ള കഴിവും കാറ്റിക്കാണ്. പിന്നെ ഓൾസൺ ചെയ്ത ക്രിസ്റ്റീന എന്ന ക്യാരക്ടർ, ക്രിസ്റ്റീന വളരെ സോഫ്റ്റാണ്, കാം ആൻഡ് ക്വയറ്റ് ആണ്, നെയ്വാണ്. ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിലും പുറമെ എക്സ്പ്രസ് ചെയ്യാത്ത നേച്ചറാണ് അവരുടെ. ലിയോണി ചെയ്ത റേച്ചൽ എന്ന കഥാപാത്രമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. ഫുൾ ടൈം കഞ്ചാവ് അടിച്ചെടുക്കുന്ന വ്യക്തിയാണ് റേച്ചൽ. പക്ഷെ അവളുടെ അച്ഛനെ, വർഷങ്ങളായി അവളുടെ അച്ഛനെ ടേക്ക് കെയർ ചെയ്ത് പോയിരുന്നത് അവൾ ഒറ്റയ്ക്കായിരുന്നു. മറ്റുള്ളവരോട് വളരെ പൊളൈറ്റായിട്ട് പെരുമാറാനും അച്ചടക്കത്തോടെ ജീവിക്കാനും റേച്ചലിന് അറിയില്ലായിരുന്നു. ഹിസ് 3 ഡോട്ടേഴ്സ് വളരെ ഇമോഷണലാണ്, ബിറ്റർ സ്വീറ്റ് ആണ്. ഇതൊരു ഡയലോഗ് ഡ്രിവൻ മൂവി ആയതുകൊണ്ട് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയും ഈ സിനിമ ഇംപ്രസ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഹിസ് 3 ഡോട്ടേഴ്സ്. എന്നെ ഭയങ്കരമായിട്ട് സിനിമ ഇംപ്രസ് ചെയ്തു. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിന് ഇതുവരെ പോയിട്ടില്ല. ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബിയോണ്ട് ദ യൂണിവേഴ്സ്. 2022 സിനിമ റിലീസ് ചെയ്തത്. ഇതൊരു ബ്രസീലിയൻ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ളൊരു മൂവിയാണ് ബിയോണ്ട് ദ യൂണിവേഴ്സ്. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ഞാൻ പറയില്ല. സ്റ്റോറി ലൈനാണെങ്കിലും അത്ര ഫ്രഷ് ഒന്നല്ല. നമ്മൾ ഒരുപാട് കണ്ടുമടുത്ത സ്റ്റോറി തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര എൻഗേജിങ് ആണ്. കഥയിലേക്ക് വരികയാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു പെൺകുട്ടി. അവൾ വളരെ ടാലൻറ്റഡ് ആയ ഒരു പിയാനിസ്റ്റ് കൂടിയാണ്. അവൾക്ക് വളരെ യാദൃച്ഛികമായി അവൾ ഡോക്ടറുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യാണ്. ഇത് മനോഹരമായ പ്രണയത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. തുടർന്നുണ്ടാവുന്ന കോൺഫ്ലിക്ട്സും അവളുടെ മ്യൂസിക്കൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള അവളുടെ എഫേർട്സ് ഒക്കെയാണ് സിനിമ. പെർഫോമൻസ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും മനോഹരമാണ് ബിയോണ്ട് ദ യൂണിവേഴ്സ്. ഭയങ്കര എൻഗേജിങ് ആയ മൂവിയാണ്. ലവ് സ്റ്റോറീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സിനിമ എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഗോഡ്സ് ക്രോക്കഡ് ലൈൻസ്. ഇത് ഇതേ പേരിലുള്ള ഒരു പഴയ നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. 2022 സിനിമ റിലീസ് ചെയ്തത്. ഇതൊരു സ്പാനിഷ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. 1979 കഥ ആരംഭിക്കുന്നത്. കാണാൻ വളരെ സ്റ്റണ്ണിങ് ആയ ഒരു യുവതി ഒരു സൈക്യാട്രിക് ഫെസിലിറ്റിയിലേക്ക് എത്തുകയാണ്. അവിടെ അവളെ ഒരു ഗേറ്റ് വരെ അനുഗമിച്ചത് ഒരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു. ഡോക്ടേഴ്സ് അവളുടെ പേപ്പേഴ്സൊക്കെ പരിശോധിച്ച് നോക്കുകയാണ്. ഡോക്ടർ ഡൊണാൾഡിയെ കൊടുത്ത ലെറ്റർ അവർ വായിച്ചു നോക്കുകയാണ്. ഈ യുവതിക്ക് വളരെ സിവിയർ ആയ പാരനോയ ഉണ്ടെന്ന് ലെറ്ററിൽ പരാമർശിച്ചിരുന്നു. അതുമാത്രമല്ല, അവർ വളരെ ഇൻ്റലക്ച്വൽ ആണെന്നും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ടെന്നും ആ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരുന്നു. ആക്ച്വലി സ്വന്തം ഭർത്താവിനെ 3 തവണ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടാണ് അവളുടെ അഡ്മിഷൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവളുടെ വാദം മറ്റൊന്നായിരുന്നു. സ്വന്തം സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഭർത്താവ് അവളെ ചതിച്ചാന്നായിരുന്നു അവൾ പറയുന്നത്. ഇതിലേതാണ് സത്യം നമ്മൾ മനസ്സിലാക്കി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം സിനിമ ഭയങ്കര കോംപ്ലക്സ് ആണ്, സ്ലോ പേസ്ഡ് മൂവിയാണ്. അതുകൊണ്ട് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയും ഈ സിനിമയ്ക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സിനിമ എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഫെയർ പ്ലേ. 2023 ഇറങ്ങിയ ഫെയർ പ്ലേ ഒരു സൈക്കോളജിക്കൽ ഇറോട്ടിക് ത്രില്ലറാണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. എമിലിയും ലൂക്കും ഈ അടുത്ത് എൻഗേജ്ഡ് ആയ ഒരു കപ്പിളാണ്. അവർ രണ്ടുപേരും ഒരേ സ്റ്റോക്ക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം അവിടുത്തെ പോർട്ട്ഫോളിയോ മാനേജറായിട്ട് ലൂക്കിനെ നിയമിക്കാൻ സാധ്യത ഉണ്ടെന്ന് എമിലി തൻ്റെ കൊളീഗ്സിൽ നിന്ന് അറിയാണ്. അവൾ അതേപടി പോയിട്ട് ലൂക്കിനോട് പറയുകയാണ്. ലൂക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവിടുത്തെ പോർട്ട്ഫോളിയോ മാനേജറായിട്ട് പ്രൊമോട്ടഡ് ആവുന്നത് എമിലി ആയിരുന്നു. ഇനീഷ്യലി ലൂക്ക് ഈ കാര്യത്തിൽ അത്ര ബോധേഡ് അല്ലായിരുന്നു. ബട്ട് ഗ്രാജുവലി അവൾക്ക് ഓരോ തവണ അപ്രിസിയേഷൻ കിട്ടുമ്പോഴും അവൻ ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. ഇത് അവരുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് സിനിമ പറയുന്നത്. ഫെയർ പ്ലേ വളരെ എൻഗേജിങ് ആയ ഇമോഷണൽ ആയ മൂവിയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ച ഫീബി ഡൈനവറിൻ്റെയും ഓൾഡിൻ്റെയും പെർഫോമൻസ് തന്നെയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട 4 നെറ്റ്ഫ്ലിക്സ് മൂവീസാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.